ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു നോമ്പ് തുറയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ ഇന്ന് വീട്ടിൽ നോമ്പ് തുറക്കാൻ എൻ്റെ അത്തച്ചി അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഉമ്മായും പിള്ളേരും മാത്രം ആയിട്ട് ഒതുങ്ങി നിന്ന് ഞങ്ങളുടെ നോമ്പ് തുറയിലേക്ക് ഇന്ന് അത്തച്ചി അമ്മച്ചിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും വേണ്ട, അത്തച്ചി അമ്മച്ചി മാത്രമേ ഉള്ളൂല്ലോ സ്പെഷ്യലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ആ ചിക്കനൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി എടുക്കാൻ കേട്ടോ. എനിക്ക് ചിക്കൻ കഴുകുമ്പോൾ ഇങ്ങനെ ഓരോരോ പീസ് സെപ്പറേറ്റ് കഴുകി ക്ലീനാക്കി എടുക്കാൻ കേട്ടോ. ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വീഡിയോയിൽ സ്പീഡാക്കി കാണിച്ചതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. അല്ലെങ്കിൽ നല്ല ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തിട്ട് ഞാൻ ചെയ്യണ പണിയാണ് കേട്ടോ ഇത്. കാരണം എനിക്ക് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തൊരു സമാധാനം ഉണ്ടാവില്ല. അത് കഴിയുമ്പോൾ ലാസ്റ്റ് മൊത്തത്തിൽ ഒന്നും കൂടെ അങ്ങനെ ക്ലീനാക്കും. അങ്ങനെ അതൊക്കെ കോഴിയൊക്കെ കഴുകി ക്ലീനാക്കി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റണമായിരുന്നു. സോറി, കട്ട്ലേറ്റിന് ഓൾറെഡി നമ്മുടെ ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമൂസയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റണമായിരുന്നു. ചിക്കൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രസ്റ്റ് പീസൊക്കെ എടുത്ത് മാറ്റി കുക്കറിലേക്ക് ഇടാണ് കേട്ടോ, അത് വേവിക്കാൻ വേണ്ടി വെക്കാനായിട്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ബാക്കി ചിക്കനാണ് നമ്മൾ കറി വെക്കണത്. അപ്പോൾ കറി വെക്കാനുള്ളതും മുളക് പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഞാൻ സാധാരണ സമൂസ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ സ്പെഷ്യലായിട്ട് സമൂസയ്ക്ക് മാത്രമായിട്ടുള്ള ഫില്ലിംഗ് ഒന്നും സെപ്പറേറ്റ് ഉണ്ടാക്കാറില്ല കേട്ടോ. കട്ട്ലേറ്റിന് ഉണ്ടാക്കണം അതേ ഫില്ലിങ്സ് വെച്ചിട്ട് തന്നെയാണ് സമൂസയും ചെയ്യാറ്. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ സമൂസയായിട്ട് സെപ്പറേറ്റ് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് കറി വയ്ക്കാനുള്ള ചിക്കനിലേക്ക് മുളകൊക്കെ തിരുമാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ ഗരം മസാലയും ഇട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയും സംഭവങ്ങളിട്ട് നാരങ്ങ നീരായിരുന്നു ഉണ്ടെങ്കിൽ സാധാരണ ഒഴിച്ച് തിരുമാറാം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് തൈരും ഒഴിച്ച് അത് മുളകൊക്കെ തിരുമ്മി അവിടെ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പണികൾക്ക് നിന്നത്. അപ്പോൾ കോഴി അതും തന്നെ തിരുമ്മി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ കറി വയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എടുത്ത് ഫ്രൈ ചെയ്യാനെടുക്കുമ്പോൾ മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടിരിക്കുമല്ലോ. അപ്പോൾ പണ്ടൊക്കെ ചിക്കൻ കറി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഒരു കുക്കറിലോട്ട് ഒരൊറ്റ വിസിലടിച്ചിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്തെടുക്കാറ്. ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. മുളക് തിരുമ്മി വെച്ചിട്ടാണ് പിന്നെ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യാറ്. അതാകുമ്പോൾ കുറച്ച് പണി കുറഞ്ഞ് കിട്ടും. ഈ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അത് മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ട് പിന്നെ ഒന്ന് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കാര്യമായിട്ട് വലിയ സ്പെഷ്യലുകളൊന്നുമില്ല. പത്തിരി നമ്മൾ വാങ്ങിക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ ഇടയിൽ എനിക്കൊരു കേക്കിൻ്റെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ പത്തിരി ഉണ്ടാക്കാനും ഒക്കെ സമയമില്ലാത്തതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം പത്തിരി വാങ്ങി ചിക്കൻ കറി ഉണ്ടാക്കി. പിന്നെ അതുപോലെ കട്ട്ലേറ്റ്, സമൂസ, പിന്നെ നോമ്പ് തുറക്കാനായിട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ മതിയെന്ന് വെച്ചു. പിന്നെ നമ്മൾ കറി വയ്ക്കാനായിട്ടുള്ള കറിക്കും അതേപോലെ സമൂസയ്ക്കും ഒക്കെ ഉള്ള സവാള നന്നാക്കി എടുക്കാൻ കേട്ടോ. സാധാരണ ഇങ്ങനെ സവാള അരിയണ പണികളൊക്കെ ഉമ്മ ചെയ്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഈ സമയത്ത് വേറെ എന്തോ പണികൾക്ക് വേണ്ടിയിട്ട് പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അരിയാൻ വേണ്ടിയിട്ട് നിന്നത്. പിന്നെ അതുപോലെ വെളുത്തുള്ളി, ഉള്ളി അതെല്ലാം വാങ്ങിയതെല്ലാം അങ്ങനെ തന്നെ നന്നാക്കി ഉമ്മ ഓൾറെഡി നേരത്തെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു കണ്ടെയ്നറിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും നന്നാക്കാൻ വലിയ പണിയൊന്നും ഉണ്ടായില്ല. പിന്നെ ഇഞ്ചിയാണ് പിന്നെ നന്നാക്കി എടുക്കാനുള്ളൂ. അങ്ങനെ സവാളയൊക്കെ കഴുകി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് അരിഞ്ഞെടുത്തു. കറിക്കും സമൂസയ്ക്കും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഇത്രയായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഉള്ളി, വെളുത്തുള്ളി അതെല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കണ്ടെയ്നറിലേക്ക്. കണ്ടെയ്നർ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. എല്ലാം ഒരുമിച്ച് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 3-4 ഐറ്റംസ്. അങ്ങനെ അതിൽ നിന്ന് വെളുത്തുള്ളി എടുത്ത് പിന്നെ ഇഞ്ചി കുറച്ച് നന്നാക്കി എടുക്കണമായിരുന്നു. അതും എടുത്ത് അത് ചതച്ചെടുക്കാൻ കേട്ടോ. ഈ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ പച്ചമുളകും ഇട്ട് ചതയ്ക്കുന്നവരാണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. കാരണം ഞാൻ കുറേ ആയിട്ട് പച്ചമുളക് ഇടാറില്ല. കാരണം നമ്മൾ എരിവിന് വേണ്ടിയിട്ടാണല്ലോ പച്ചമുളക് ഇടുന്നത്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മസാല കാര്യങ്ങളെല്ലാം ചേർക്കുമ്പോൾ എരിവ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചതക്കണതിൻ്റെ കൂടെ ചേർക്കാറില്ല കേട്ടോ. പക്ഷേ പച്ചമുളകിന് വേറെ എന്തെങ്കിലും ഒരു ഫ്ലേവർ കറിയിലേക്ക് ചേരാനുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. അതാണ് ഞാൻ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെയാണ് കുറേ ആയിട്ട് ഉണ്ടാക്കാറ്. വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നാറില്ല. പിന്നെ ഞാൻ എപ്പോഴും ചിക്കൻ കറി വയ്ക്കുമ്പോൾ അറിയാമല്ലോ, എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ സവാള, തക്കാളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെല്ലാം കൂടെ നമ്മളൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കും. അതാകുമ്പോൾ നമുക്ക് ഇളക്കണ പണി കുറച്ച് കുറഞ്ഞിരിക്കും. അത് മാത്രമല്ല കേട്ടോ അതുകൊണ്ടുള്ള ഗുണം, കറിക്ക് അത്യാവശ്യം നല്ല കൊഴുപ്പും കിട്ടും. നമ്മൾ വെറുതെ സവാള ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കണേക്കാൾ കൂടുതൽ ഇങ്ങനെ വേവിച്ചിട്ട് ഇടുകയെന്നുണ്ടെങ്കിൽ കറിക്ക് കുറച്ചും കൂടെ കൊഴുപ്പ് എന്ന രീതിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിനകത്ത് ഇടുന്നത് സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അത് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കാൻ വേണ്ടി വെക്കണത്. ആദ്യമൊന്നും ഞാൻ മഞ്ഞപ്പൊടി ഇടാറില്ലായിരുന്നു. പിന്നെ കുറച്ചായിട്ടാണ് മഞ്ഞപ്പൊടി ഇടാൻ തുടങ്ങിയത്. പക്ഷേ മഞ്ഞപ്പൊടി ഇടുമ്പോൾ നല്ലതാണ്, കുറച്ചും കൂടെ സവാളയിലേക്ക് ഒരു കളറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സമൂസയ്ക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ അവിടെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറിക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാനും അതേപോലെ സമൂസയുടെ ഫില്ലിങ്സ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള 2 പാൻ ഒരുമിച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇപ്പുറം ഇരിക്കുന്ന ചീഞ്ചട്ടിയിൽ നമ്മൾ ആദ്യം സവാള ഇട്ട് കൊടുക്കുന്നത് സമൂസയ്ക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ പാനിലും എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു.
അപ്പോൾ കുറച്ച് ചിക്കൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റ ട്രിപ്പിലിട്ട് ഫ്രൈ ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണ 1-2 തവണയൊക്കെ ഇടേണ്ടി വരാറുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴത്തേക്കാളും അത്രയും നോമ്പിന് ചിലവാവാറില്ല കേട്ടോ. എല്ലാ വീടുകളിലെയും കാര്യം അങ്ങനെയാണെന്നറിയില്ല. നോമ്പിന് നമുക്ക് കറിയും എന്തുണ്ടാക്കിയാലും ചിലവ് വളരെ കുറവാണ്. കാരണം നമ്മൾ ആ നോമ്പ് തുറക്കണ സമയത്ത് ജ്യൂസ്, കട്ട്ലേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ വലിയ കാര്യമായിട്ടുള്ള കടികളൊന്നും തിന്നാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്തച്ചി അമ്മച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഐറൂനെ എന്തോ ഒരു ടോയൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവൾ കുറച്ച് ദിവസം അത്തച്ചിനോട് ട്രെയിൻ വാങ്ങണതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തച്ചി അതൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ പൊട്ടിച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അതൊക്കെ പോയി നോക്കിക്കൊണ്ട് ഇന്നപ്പോഴത്തേക്കും എൻ്റെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കോരി എടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ സമൂസയ്ക്കുള്ള സവാള ഇപ്പം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മസാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ വേവിച്ച് വെച്ചേക്കണ ചിക്കൻ അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സമൂസയ്ക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചിക്കൻ കോരി എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേറെ തീ ഓഫ് ആക്കണ്ടല്ലോ. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ച സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണെങ്കിലും ജസ്റ്റ് ഒരു 4-5 മിനിറ്റ് ഒന്ന് എണ്ണയിൽ ഇടും കേട്ടോ. വലിയ കാര്യമായിട്ട് ഇളക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ അത് അവിടെ കിടന്നാകുമ്പോഴത്തേക്കും നമുക്ക് സമൂസയുടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ സവാള ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത ചിക്കനും ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ചിക്കൻ സമൂസ ഉണ്ടാക്കാറ്. പിന്നെ വെജിറ്റബിൾ സമൂസനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. വെറുതെ കുറേ വെജിറ്റബിളൊക്കെ കുത്തിപ്പറക്കി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതെടുത്ത് വെറുതെ പള്ളി കളയാനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ അതേ ഫില്ലിങ്സ് തന്നെ വെച്ചാണ് ഉണ്ടാക്കാറ്. അങ്ങനെ സവാള വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എരിവെങ്ങാനും കൂടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ തന്നെ മതിയാവും. അങ്ങനെ അതും ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വഴറ്റി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുത്തു. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ല കേട്ടോ. ഈ സമൂസ, കട്ട്ലേറ്റ് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കണ പണി ഉമ്മയാണ് ചെയ്യാറ്. പിന്നെ കറി നമ്മൾ ഓൾറെഡി റെഡിയായി വന്നുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും റെഡിയാക്കി. കറിക്കുള്ള സവാള അപ്പുറം കിടന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫില്ലിങ്സൊക്കെ റെഡിയാക്കിയിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതേ പാനിലോട്ട് തന്നെ അതേ അടുപ്പിലോട്ട് തന്നെ നമ്മൾ സമൂസയും കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്യാനുള്ള പാൻ വെച്ചു കേട്ടോ. അപ്പോൾ അതിൽ തന്നെ സമൂസ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഓയിൽ നമ്മൾ തലേന്ന് കട്ട്ലേറ്റും സമൂസയൊക്കെ ഫ്രൈ ചെയ്ത ഓയിൽ ഞാൻ എടുത്ത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്നും കളയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ കളഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഞാൻ റെഡിയാക്കിയ സമയത്ത് കറിവേപ്പില ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത്തച്ചി പോയി പത്തിരി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെറുതെ ഒരു കണ്ടെയ്നറിലേക്ക് അങ്ങനെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഉമ്മയൊക്കെ പറഞ്ഞു അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ കേടായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടിയെന്നൊക്കെ മാറ്റിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സമൂസയുടെ ഫില്ലിങ്സിൻ്റെ ചൂടൊക്കെ ആറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ സമൂസ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ആദ്യം കട്ട്ലേറ്റ് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എണ്ണയിലിട്ട് ഫുള്ള് കട്ട്ലേറ്റിൻ്റെ നമ്മുടെ ബ്രെഡിൻ്റെ ക്രംസൊക്കെ ചാടി കരിഞ്ഞ് പിടിച്ച് ആകെ കുളമായിട്ടുണ്ടാവും. പിന്നെ ആ എണ്ണ മാറ്റാതെ അല്ലെങ്കിൽ ഒന്ന് അരിച്ചെങ്കിലും എടുക്കാതെ നമുക്ക് സമൂസ റെഡിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സമൂസയും ഉണ്ടാക്കുന്ന ദിവസം ആദ്യം തന്നെ സമൂസ റെഡിയാക്കിയിട്ടാണ് കട്ട്ലേറ്റ് റെഡിയാക്കാറ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഓരോന്ന് വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും സമൂസ ഉണ്ടാക്കുമ്പോൾ കട്ട്ലേറ്റിൻ്റെ അതേ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ പിള്ളേരൊക്കെ പറയാറുണ്ട് ശരിക്കും കട്ട്ലേറ്റ് കഴിക്കണ പോലെ തന്നെ ഉണ്ട്. പിന്നെ വെറുതെ വെളിയിലുള്ള സമൂസയുടെ ആ ലീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രമേ സ്പെഷ്യലായിട്ട് വരാറുള്ളൂ എന്ന് പിള്ളേർ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ശരിക്കും നമ്മൾ സമൂസയ്ക്കുള്ള ഫില്ലിങ്സ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുത്തപ്പോൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന സമൂസയുടെയൊക്കെ അതേ ടേസ്റ്റ് അതിൽ നല്ല ടേസ്റ്റ് എന്നൊക്കെ പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എളുപ്പത്തിൽ ഈ ഒന്നാമത് നോമ്പിൻ്റെ ക്ഷീണമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ടും കൂടെ പിന്നെ ഓൾറെഡി ഞാൻ 3-4 ദിവസത്തേക്കുള്ള ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷെ അത് കഴിയുമ്പോഴായാലും നമ്മൾ വീണ്ടും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രണ്ടിനും പ്രത്യേകം ഉണ്ടാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഒരൊറ്റ ഫില്ലിങ്സിൽ തന്നെ ഒപ്പിക്കാൻ നോക്കണേ കേട്ടോ. പക്ഷേ പിള്ളേരെ പറ്റിക്കാൻ പറ്റില്ല. പിള്ളേർക്ക് അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാകും. അങ്ങനെ നമ്മുടെ സമൂസയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു 3-4 സമൂസയും കൂടെ വേറെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതും ഫ്രൈ ചെയ്തിട്ട് പിന്നെ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. സമൂസയുടെ ആ ടെക്സ്ചർ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും സമൂസ പൊരിക്കുമ്പോൾ എണ്ണ കുറച്ചിട്ട് പൊരിക്കണമെന്നാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു നല്ല ടെക്സ്ചർ വരാറില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മുങ്ങി പൊരിച്ചാലാണ് ആ ഒരു ശരിക്കുള്ള ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. നമുക്കങ്ങനെ മുങ്ങി പൊരിക്കാനൊന്നും എണ്ണയൊന്നും ഒഴിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ചാണ് ഒഴിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് കുറച്ചും കൂടെ അധികം ഒഴിച്ചിട്ടുണ്ടായതുകൊണ്ട് ആ ഒരു ടെക്സ്ചർ നല്ല ഓക്കെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ റവയും അതേപോലെ സേമിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണതാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയും അതിൻ്റെ ഇടയ്ക്ക് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇനി തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന പണി മാത്രമേ ഉള്ളൂ നമുക്ക്.
അങ്ങനെ തരിക്കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള സേമിയയും റവയും കാര്യങ്ങളൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് പഞ്ചസാര ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ പഞ്ചസാര ടിന്നിൽ കഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കണതുകൊണ്ട് 10 കിലോ വെച്ചൊക്കെയാണ് പഞ്ചസാര വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ടിന്നിലാക്കി വെക്കും. അങ്ങനെ അതും എടുത്തു വെച്ചു. പിന്നെ നമ്മൾ ഈ തരിക്കഞ്ഞി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും തരിക്കഞ്ഞി എന്നാണോ പറയണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇവിടെ നാട്ടിൽ തരിക്കഞ്ഞി എന്ന് തന്നെയാണ് പറയൽ. വേറെ എന്തെങ്കിലും പറയലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പഞ്ചസാര ഇടാൻ നോക്കിയപ്പോൾ പഞ്ചസാര തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതിട്ടു. കാര്യം നമ്മുടെ മിൽക്ക് മെയ്ഡ് കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷെ നമ്മളൊരു പായസം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വേണ്ടിയല്ലോ ചെയ്യണത്. നമ്മൾ നോമ്പിൻ്റെ സ്പെഷ്യലായിട്ടുള്ള നോമ്പിന് ചെയ്യണ തരിക്കഞ്ഞിയല്ലേ ഉണ്ടാക്കണേ. അതുകൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്താണ് കേട്ടോ. കാര്യം തരിക്കഞ്ഞി ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള പണിയാണെങ്കിലും ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഉമ്മയാണ് അതൊക്കെ എപ്പോഴും കൂടുതലും ചെയ്യാറ്. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ ഉണ്ടാവുമല്ലോ. പിന്നെ കട്ട്ലേറ്റ് സമൂസ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ പിന്നെ ഉമ്മ അത് ചെയ്തോളും. അത് ഉമ്മ ഉണ്ടാക്കണ രീതിയാണ് കേട്ടോ. വെള്ളത്തിൽ ആദ്യം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുത്ത്, അതായത് വറുത്തെടുത്ത സേമിയ റവയൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് പാലൊഴിച്ച് കൊടുത്തിട്ടാണ് ഉമ്മ ചെയ്യണത്. അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യണമെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കണ തരിക്കഞ്ഞിക്ക്. അങ്ങനെ തരിക്കഞ്ഞിക്ക് റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാങ്ക് വിളിക്കാനുള്ള സമയം. പിന്നെ നമ്മൾ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നോമ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുന്തിരിയുടെ സ്ക്വാഷൊക്കെ ഉണ്ടായിരുന്നു. പൈനാപ്പിളും കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മുന്തിരി വേണ്ടവർക്ക് മുന്തിരിയും പൈനാപ്പിൾ വേണ്ടവർക്ക് പൈനാപ്പിളും അങ്ങനെ ഊറ്റി വെച്ചും പിന്നെ അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കട്ട്ലേറ്റ് സമൂസ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്തച്ചി അമ്മച്ചി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ റെഡിയാക്കിയിട്ടില്ല. ഇതൊക്കെ തന്നെ മതിയല്ലോ അൽഹംദുലില്ലാ. നമുക്ക് ഇതെങ്കിലും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇതുപോലും ഇല്ലാതെ വെള്ളം മാത്രം കുടിച്ച് നോമ്പ് തുറക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ ബ്ലെസ്ഡ് ആണല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള നോമ്പ് തുറ എന്നത്തെയും പോലെ തന്നെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയും പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ലൈക്കും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റുമാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്